അതിന് സമസ്ത മറുപടി ഇപ്പം ഞങ്ങളോട് നൽകിയല്ലോ, സമസ്തമായ അതല്ല എന്നുള്ളത്. അല്ല, അതിപ്പോൾ അതിൻ്റെ മൂപ്പരോട് അതിൻ്റെ വിശദീകരണങ്ങൾ ആവശ്യപ്പെടാൻ നമ്മളോടല്ല ചോദിക്കേണ്ടത്. സമസ്തനെ സംബന്ധിച്ചിടത്തോളം, സമസ്ത ഞങ്ങളെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ചെയ്യണ ഏതെങ്കിലും പണികളുണ്ടല്ലോ, അതായത് MLA മാരും പിന്നെ MP മാരും മാത്രമല്ല, ആര് ചെയ്യണ ഇതുപോലുള്ള സ്വകാര്യമാവുന്ന അവരുടെ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് പറയുക എന്നുള്ള പരിയൊന്നും ഞങ്ങൾക്കില്ല. അതതിനെ പറ്റി പറയാനുള്ളൂ. ബഹാവുദ്ദീൻ നദ്വിയുടെ കഴിഞ്ഞ ദിവസത്തെ അനാവശ്യ വർത്തമാനത്തെ നമ്മൾ അന്ന് വിശേഷിപ്പിച്ചത് നീചവും നിന്ദ്യവും നികൃഷ്ടവും എന്നാണ്. അത് സമൂഹ മാധ്യമങ്ങളിലാകെ വലിയ ചർച്ചയാവുകയും ചെയ്തു. ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ബഹാവുദ്ദീൻ നദ്വിയുടെ അന്നത്തെ അനാവശ്യ വർത്തമാനത്തെ കൃത്യമായും വ്യക്തമായും തള്ളി പറഞ്ഞിരിക്കുന്നു. കൃത്യമായും വ്യക്തമായും മാത്രമല്ല, അതിശക്തമായ ഭാഷയിൽ തള്ളി പറഞ്ഞിരിക്കുന്നു. അധികമൊന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞില്ല. പക്ഷേ പറയേണ്ടത് പറഞ്ഞു, കൊള്ളേണ്ടിടത്ത് കൊള്ളുന്ന വിധം പറഞ്ഞു. ഇതിന് കൃത്യമായി അദ്ദേഹം ഇക്കാര്യത്തിൽ വിശദീകരിക്കാനില്ല. ഒന്നാമതായി പറഞ്ഞ കാര്യം, സമസ്തയ്ക്ക് അങ്ങനൊരു നയമില്ല. എന്താണ്? ആരുടെയെങ്കിലും സ്വകാര്യതയിലേക്ക് ചുഴിഞ്ഞു നോക്കുക, ഒളിഞ്ഞു നോക്കുക, അത് സമസ്തയുടെ രീതിയല്ല. ആരെങ്കിലും എവിടെയെങ്കിലും പോകുന്നു, എന്ത് ചെയ്യുന്നു, അവരുടെ സ്വകാര്യ ജീവിതം എന്താണ് എന്ന് നോക്കി നടക്കാനല്ല ഞങ്ങളുടെ പണി എന്ന് സമസ്തയുടെ അധ്യക്ഷനാണ് പറയുന്നത്. അതിനപ്പുറത്ത് സമസ്തയ്ക്ക് നയമില്ലല്ലോ. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, നദ്വി അങ്ങനെ പറഞ്ഞല്ലോ, അത് നദ്വിയോട് പോയി ചോദിക്കുക എന്നാണ് ആവർത്തിച്ച് പറഞ്ഞത്. മുതിർന്ന നേതാവാണല്ലോ നദ്വി, അദ്ദേഹം അങ്ങനെ പറയാൻ പാടുള്ളൂ, അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഉണ്ടാകേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുതിർന്ന നേതാവിൻ്റെ പോയി ചോദിക്കേ എന്ന് ആവർത്തിച്ച് പറയുക. അതിനകത്ത് എന്താ പറയുന്നത്? സംശയരഹിതമായ മറുപടിയാണ് ജിഫ്രി തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. മുശാവറയ്ക്ക് ശേഷമാണ്, സമസ്തയുടെ ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷമാണ്, പത്രസമ്മേളനത്തിലാണ് പറഞ്ഞത്. ആ യോഗത്തിൽ, മുശാവറ യോഗത്തിൽ ഇതൊന്നും ചർച്ചയേ ആയില്ല. അത് ചർച്ചയിലല്ല സമസ്തയുടെ പണി എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. ഞങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ, സമൂഹത്തെയും സമുദായത്തെയും നാടിനെയും ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സമസ്ത അടക്കമുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും സാമൂഹിക സംഘടനകൾ ചർച്ച ചെയ്യാനുണ്ട്. അതിനിടെ ഇതൊന്നും ചർച്ച ചെയ്യാനല്ല പണി എന്ന് പറയാതെ പറയുക കൂടിയാണ് തങ്ങൾ ചെയ്തത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ആവർത്തിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇസ്ലാമിന് അങ്ങനെ ഒരു നയമില്ല. പ്രവാചകനെ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? ആരുടെയെങ്കിലും സ്വകാര്യ ജീവിതത്തിലേക്ക് ചുഴിഞ്ഞു നോക്കി അവരെ ഇങ്ങനെ സ്കെയിൽ വെച്ച് അളന്ന് നേരെ നടത്തൽ ഇസ്ലാമിൻ്റെ പണിയല്ല എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ എത്ര ദൂരവ്യാപകമായ, എത്ര കൃത്യമായ ദീർഘദൃഷ്ടിയോടെയുള്ള ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് സമസ്തയുടെ അധ്യക്ഷൻ പറയുന്നത്. വഴിയെ പോകുന്ന ഒരാളല്ലല്ലോ പറയുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മുസ്ലിം സംഘടനകളിൽ ഒരു വിഭാഗത്തിൻ്റെ അധ്യക്ഷനാണ്. സമസ്തയിലെ EK വിഭാഗവും സമസ്തയിലെ തന്നെ AP വിഭാഗം, അതായത് കാന്തപുരം വിഭാഗവുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സമുദായ സംഘടനകൾ. അണികളുടെ എണ്ണം കൊണ്ടും അവർ നടത്തുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കൊണ്ടും അവർക്ക് സമൂഹത്തിൽ, സമുദായത്തിലുള്ള സ്വാധീനം കൊണ്ടും ഈ 2 സംഘടനകൾക്ക് അവയുടേതായ ഇടമുണ്ട്. അതിലൊന്നിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് കൃത്യമായി പറയുന്നത്, ഞങ്ങളുടെ നയമല്ല, ഇസ്ലാമിൻ്റെ നയവുമല്ല. അപ്പോൾ നദ്വി ആരായി എന്നുള്ള ചോദ്യമാണ് അടുത്തത്. നദ്വി ഒരു വട്ടപൂജ്യമായി. EMSൻ്റെ ഉമ്മാനെ കെട്ടിച്ച കാര്യം എന്നൊക്കെ ജുഗുപ്സാവഹമായ വർത്തമാനം പറഞ്ഞ നദ്വിക്ക് പിന്നെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊണ്ടിലല്ലാതെ എവിടെയാണ് സ്ഥാനം? മന്ത്രിമാരും MLA മാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും എല്ലാം ഇൻചാർജ് ഭാര്യമാരെ കൊണ്ട് നടക്കുന്നവരാണ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ധരിച്ചിരിക്കുന്ന തലപ്പാവിനെ പോലും അപമാനിക്കുകയല്ലേ ചെയ്തത്. അതിനെല്ലാം ജിഫ്രി തങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. അങ്ങനെ വേണം നേതാക്കന്മാർ. അതായത് അദ്ദേഹത്തോട് ചോദിക്കുക, അദ്ദേഹം പറയുമല്ലോ എന്ന് പറഞ്ഞൊഴിയുകയല്ല ചെയ്തത്. ഞങ്ങൾക്കിങ്ങനെ നയമില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, അദ്ദേഹത്തോട് ബാക്കി കാര്യം ചോദിക്കാൻ പറയുന്നത്. അതാണ് ആർജവം, നിലപാട് എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ, വാർത്താ സമ്മേളനത്തിലെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള ആവർത്തിച്ചുള്ള കൃത്യമായ മറുപടിയുടെ പേരിൽ ഒരിക്കൽ കൂടി സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഹീറോ ആയിരിക്കുകയാണ് സമുദായ നേതാക്കന്മാർക്കിടയിൽ.
എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം പറയേണ്ട കാര്യം കൃത്യമായി പറഞ്ഞു. അനവസരത്തിൽ ബഹാവുദ്ദീൻ നദവി പറഞ്ഞ കാര്യത്തിന് അവസരത്തിൽ കൃത്യമായ മറുപടി കൊടുത്തു. ചോദ്യമുണ്ടായ അവസരത്തിൽ കൃത്യമായ മറുപടി കൊടുത്തു. അതാണ് പ്രത്യേകത. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇനിയെങ്കിലും ബഹാവുദ്ദീൻ നദവിയെ പോലുള്ള അദ്ദേഹം അടക്കമുള്ള നേതാക്കന്മാർ അവരുടെ വാക്കിലും പ്രവൃത്തിയിലും കുറച്ചുകൂടി മിതത്വവും വിവേകവും വിവേചനബുദ്ധിയും കാണിക്കണം. അവർ പ്രതിനിധാനം ചെയ്യുന്നത് ആരെയാണ്, എന്തിനാണ് എന്നുള്ള തിരിച്ചറിവിനാണ് നമ്മൾ ഈ വിവേചന ബുദ്ധി, വിവേകം എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ വെറുമൊരു വ്യക്തിയല്ല. സമസ്ത പോലുള്ള പാരമ്പര്യമുള്ള ഒരു വലിയ സംഘടനയെ, ഒരുപാട് ആളുകളുടെ പിന്തുണയുള്ള, ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്ന ഒരു സംഘടനയുടെ പ്രതിനിധികളാണ്. വലിയ 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 ആളുകളാണ്, പണ്ഡിതന്മാരാണ്. പറയിക്കരുത്, ആളുകളെ കൊണ്ട് പറയിക്കരുത് എന്നുള്ള വലിയൊരു സന്ദേശം, വലിയൊരു ബോധ്യം ഒരിക്കൽ കൂടി ബഹാവുദ്ദീൻ നദവിക്ക് വന്നിരിക്കുന്നു. നദവി ഇന്ന് വീണ വീഴ്ച നദവിയെപ്പോലെ വിടുവായത്വം പറയുന്നവർക്കെല്ലാം പാഠമാകേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഒരിക്കൽ കൂടി ജിഫ്രി തങ്ങളുടെ വാക്കുകളുടെ കാമ്പും കഴമ്പും തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രതികരണത്തിൻ്റെ പ്രത്യേകത എന്ന് ആവർത്തിച്ച് പറയാനും ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.